കാശ്മീരിൽ മഹാരാഷ്ട്ര ഭവൻ ഒരുങ്ങുന്നു. ഇതോടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ സ്ഥലം വാങ്ങുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി മാറുകയാണ് മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വിനോദസഞ്ചാരത്തിനായി സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങിയത്. സെൻട്രൽ കാശ്മീരിലെ ബുദ്ഗാമിൽ മഹാരാഷ്ട്ര ഭവൻ നിർമ്മിക്കും എന്നാണ് റിപ്പോർട്ട്. താഴ്വരയിൽ ആദ്യമായി ഒരുങ്ങുന്ന സംസ്ഥാന ഭവനായിരിക്കും ഇത്. ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം ഇച്ച്ഗാമിൽ 2.5 ഏക്കർ ഭൂമിയിലാണ് മഹാരാഷ്ട്ര ഭവൻ വരുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 8.16 കോടി രൂപയ്ക്ക് മഹാരാഷ്ട്ര സർക്കാരിന് ഭൂമി കൈമാറാൻ ജമ്മു കാശ്മീർ ഭരണകൂടം അനുമതി നൽകി. കഴിഞ്ഞ വർഷം ജൂണിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കാശ്മീർ സന്ദർശിച്ച് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്നാണ് ഭൂമി വാങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചത്. രാജ്യത്ത് ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുൻപ് ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് മാത്രമേ അവിടെ ഭൂമി വാങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. വ്യവസായ ആവശ്യങ്ങൾക്കും മറ്റുമാണെങ്കിൽ 99 വർഷം വരെ ഭൂമി പാട്ടത്തിന് നൽകാനുള്ള വ്യവസ്ഥ മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ശ്രീനഗറിലും അയോധ്യയിലും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഭക്തർക്കുമായി മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും ഇതിനായി 2 മഹാരാഷ്ട്ര ഭവനുകൾ നിർമ്മിക്കുമെന്നും അടുത്തിടെ നടന്ന ബജറ്റ് പ്രസംഗത്തിലായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ പ്രസ്താവിച്ചത്. 2 മഹാരാഷ്ട്ര ഭവനങ്ങൾക്കുമായി 77 കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് 5-നാണ് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത്. എന്തായിരുന്നു അതിനു മുൻപ് വരെ കാശ്മീരിലെ അവസ്ഥ എന്ന് നമ്മൾ ഒന്നുകൂടി അറിയണം. കാശ്മീരിൽ പോയി നമുക്ക് ഭൂമി വാങ്ങാൻ ആകില്ല, കാശ്മീരിൽ താമസിക്കാനാകില്ല, കാശ്മീരിൽ ബിസിനസ് നടത്താനുമാകില്ല, കാശ്മീരിലെ ആളുകൾക്ക് ഇന്ത്യൻ പീനൽ കോഡും IPCയും ബാധകമല്ല. ഇന്ത്യൻ പതാകയ്ക്ക് പകരം അവിടെ ഉയർത്തുന്നത് കാശ്മീരിന്റെ പതാക. സ്വാതന്ത്ര്യ ദിനാഘോഷം പോലുമില്ല. കാശ്മീർ സംസ്ഥാന സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ കേന്ദ്ര സർക്കാരിന് ചോദ്യം ചെയ്യാനാകില്ല. കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ കാശ്മീർ നിയമസഭയുടെ കൂടി അനുമതി വേണം. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞ് മഹാനായ എന്ന് തന്നെ പറയാം നരേന്ദ്രമോദിയാണ് ജമ്മു കാശ്മീരിനെ ശരിക്കും ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത് വിളക്കി ഒന്നാക്കിയത്. കാശ്മീർ എന്നും ഇന്ത്യൻ മുഖ്യധാരയിൽ നിന്നും എണ്ണയും വെള്ളവും പോലെ 75 കൊല്ലമാണ് കിടന്നത്. എന്നാൽ നരേന്ദ്രമോദി ഇത് തുടച്ചു നീക്കി. കാശ്മീരിന് ഒരു പ്രത്യേക പദവിയും ആനുകൂല്യവും മോദി നൽകിയില്ല. ധീരമായ ചുവടുവയ്പിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ നീക്കം. ഇങ്ങനെയൊക്കെ കാശ്മീരിൽ ചരിത്രം തിരുത്തിയ നരേന്ദ്രമോദിയെ മഹാനെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനാകില്ല. എല്ലാ ഇന്ത്യക്കാർക്കും കാശ്മീരിലേക്ക് എത്താനും എല്ലാം ചെയ്യാനും സ്വാതന്ത്ര്യം നേടിത്തന്നത് മോദി സർക്കാരാണ്. നമുക്കും കാശ്മീരിൽ അവകാശം നേടിത്തന്നത് നരേന്ദ്രമോദിയാണ്. കാശ്മീരിലെ പ്രത്യേക അവകാശം എടുത്തു മാറ്റിയപ്പോൾ നീട്ടിക്കരഞ്ഞവരാണ് ഇടതുപക്ഷവും കോൺഗ്രസും മുസ്ലിം സംഘടനകളും. ഈ മുതലക്കണ്ണീർ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകുട്ടയിലിട്ടതും നമ്മൾ കണ്ടു. കരഞ്ഞവരുടെ കരണക്കുറ്റിക്ക് കൊടുത്ത അടിയായിരുന്നു ആ വിധി. കാശ്മീരിലെ നയം രാജ്യത്തെ ഒന്നാക്കുന്ന നയമാണ്. അതിനെതിരെ ശബ്ദമുയർത്തിയ കോൺഗ്രസും ഇടതു പാർട്ടികളും ദേശീയ മുഖ്യധാരയ്ക്കെതിരെയായിരുന്നു നിലനിന്നത്. കോൺഗ്രസും ഇടതും ഉന്നയിച്ചത് ദേശവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എന്ന് പകൽ പോലെ അടിവരയിടുകയാണ് സുപ്രീം കോടതി വിധിയും. ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ച വിധിയായിരുന്നു സുപ്രീം കോടതി വിധി. കാശ്മീരിന്റെ അധികാരം എടുത്തു കളഞ്ഞപ്പോൾ അവിടെ കലാപം വരും എന്ന് ചിലരൊക്കെ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമാകൂ എന്ന്. കോൺഗ്രസിന്റെ ഇടതിന്റെയും ഭാഗത്തു നിന്ന് ഉയർന്ന എതിർപ്പുകളുടെ സമാന ശബ്ദമാണ് അന്ന് പാകിസ്ഥാനിൽ നിന്നും ഉയർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാറ്റിനും മാറ്റങ്ങൾ വരികയാണ്. വീണ്ടും കാശ്മീർ പുനർജനിക്കുകയാണ് എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.